Dear students, ഇന്ന് നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിൽ പേജ് നമ്പർ 19ൽ ക്വസ്റ്റ്യൻസ് 5, 6 ഇവ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. In this picture, the perpendiculars to the bottom line are equally spaced. Prove that continuing like this, the length of perpendiculars form an arithmetic sequence. So, here in this picture, blue lines ആണ് നമ്മുടെ perpendicular lines. ഈ perpendicular linesൻ്റെ ലെങ്ത് that forms an arithmetic sequence എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോഴെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. So that is our question. So perpendiculars in the bottom line are equally spaced. അപ്പോൾ സ്പേസ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഈ പെർപെൻഡിക്കുലർ ലൈൻസ് ഈക്വൽ സ്പേസിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ആ ഡിസ്റ്റൻസിനെ എക്സ് എന്ന് സൂചിപ്പിക്കാം. ഓർ ദിസ് ഡിസ്റ്റൻസ് ആണ് എക്സ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എക്സ് ഡിസ്റ്റൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ബ്ലൂ ലൈൻസ് അരിത്തമെറ്റിക് സീക്വൻസിലാണ് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്നത് ഈ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട് അല്ലേ. ഈ ഹൈറ്റ് ഡിഫറൻസിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഓരോ സെറ്റ് പാരലൽ ലൈൻസ് ഞാൻ വരയ്ക്കുകയാണ്. നമ്മുടെ ഗ്രൗണ്ട് ലെവൽ ബേസ് ലെവലിന് പാരലലായി ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്യാം. അപ്പോൾ ഈ ടോപ്പ് സെക്ഷനിൽ കിട്ടിയിരിക്കുന്നത് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. 90 ഡിഗ്രി ആംഗിൾ നമുക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ബേസ് നമുക്ക് എക്സ് തന്നെയാണ്. ഹൈറ്റ് ഉണ്ട്, ഹൈപ്പോട്ടന്യൂസ് ഉണ്ട്. അപ്പോൾ ഈ ഹൈറ്റ് ആണ് നമുക്ക് ഫസ്റ്റ് ഹൈറ്റിനേക്കാൾ എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈറ്റാണ്. ഇതിന് ഞാൻ H1 എന്ന പേര് കൊടുത്തു. ബേസ് നമുക്ക് എക്സ് തന്നെയാണ്. ഇനി ഞാൻ ചെയ്യുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും അതായത് സെക്കൻഡും തേർഡും പെർപെൻഡിക്കുലേഴ്സ് നമ്മൾ ജോയിൻ ചെയ്തുകൊണ്ട് വീണ്ടും ഒരു ലൈൻ വരച്ചു. അവിടെയും നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബേസ് എക്സ് തന്നെയാണ്. ഹൈറ്റ് ഈ ഒരു ഡിഫറൻസ് എക്സ്ട്രാ വന്നിരിക്കുന്ന ഹൈറ്റ് സെക്കൻഡ് ഹൈറ്റിനേക്കാൾ എക്സ്ട്രാ വന്നിരിക്കുന്ന ഈ ഒരു ഹൈറ്റ് ഞാൻ H2 എന്ന് കൊടുത്തു. ഹൈറ്റിന് H2 എന്ന് കൊടുത്തു. അപ്പോൾ ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തേർഡ് നമുക്ക് ഇവിടെ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായി ഈ ഹൈറ്റ് ഞാൻ H3 എന്ന് കൊടുത്തു. അതുപോലെ തന്നെ ഇനിയും നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്. ആ ഒരു ഹൈറ്റിനെ ഞാൻ H4 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ഇവയുടെ പ്രത്യേകത എന്താണ്? ആർ ദ ട്രയാങ്കിൾസ് ഈക്വൽ? അതാണ് നമ്മളിനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ട്രയാങ്കിൾസിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? അവ ഈക്വൽ ആണോ? വൺ തിങ് വി നോ, ദറ്റ് ഈസ് ബേസ് ഈസ് എക്സ്. എല്ലാ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെയും ബേസ് എക്സ് ആണ്. സോ ബേസസ് ആർ ഈക്വൽ. വീണ്ടും നമുക്കറിയാം ഈ ട്രയാങ്കിൾസിൽ ഓരോ ആംഗിൾ 90 ഡിഗ്രി ഉണ്ട്. ആംഗിൾസ് 90 ഡിഗ്രിയാണ്. സോ ദാറ്റ് ഈസ് ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ്. ഇനിയും നമുക്ക് ഏതെങ്കിലും ആംഗിൾസ് ഈക്വലായിട്ട് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? അതിനുവേണ്ടി നമ്മൾ പരിഗണിക്കുന്നത് ഫസ്റ്റ് 2 ട്രയാങ്കിൾസ് എടുത്തു കഴിഞ്ഞാൽ ഈ ലൈൻസ് ദീസ് 2 ലൈൻസ് ദേ ആർ പാരലൽ. ഇപ്പോൾ ഈ ലൈൻസിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു ലൈൻ, നമ്മുടെ ഈ ഒരു ലൈൻ പോകുന്നത് ഒരു ട്രാൻസ്വേഴ്സിലാണ്. ഈ പാരലൽ ലൈൻസിനെ കട്ട് ചെയ്ത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം. എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ പാരലൽ ലൈൻസിനെ കട്ട് ചെയ്ത് പോയി കഴിയുമ്പോൾ ഈ പൊസിഷനിൽ നമുക്കുണ്ടാകുന്ന ആംഗിൾസ് അതിനെ നമ്മൾ പറയുന്ന പേരാണ് കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇഫ് ദ ലൈൻസ് ആർ പാരലൽ, കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ ഇത് നമുക്ക് മുകളിലോട്ടുള്ള സ്റ്റെപ്പിൽ നമുക്ക് പറയാം ലൈൻസ് എല്ലാം പാരലലാണ്. സോ ഈ ആംഗിൾസ് കറസ്പോണ്ടിങ് ആംഗിൾസ് ദേ ആർ ഈക്വൽ. ദാറ്റ് മീൻസ് അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു റിസൾട്ട് ഈ ഒരു രീതിയിലാണ്. നമ്മുടെ ബേസ് എല്ലാം എക്സ് ആണ്. അതുപോലെ തന്നെ 90 ഡിഗ്രി ആംഗിൾസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടിയ കറസ്പോണ്ടിങ് ആംഗിൾസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. 2 triangles are said to be equal if one of their sides and angles on that sides, if they are equal, the triangles are equal എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനാണ് നമ്മൾ ASA എന്ന റിസൾട്ട്, ASA കോൺഗ്രുവൻസ് റൂൾ നമുക്ക് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ആംഗിൾ സൈഡ് ആംഗിൾ അപ്പം നമുക്ക് ആ ഒരു രീതിയിലാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് എല്ലാം ഈക്വൽ ട്രയാങ്കിൾസ് ആണ്.
റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് എല്ലാം ഈക്വൽ ട്രയാങ്കിൾസ് ആയി. ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന പൊസിഷനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഹൈറ്റ്സ് H1, H2, H3 എക്സെട്ര. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ കറസ്പോണ്ടിങ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വന്ന H1ഉം H2ഉം ഈക്വലാണ്. H1 ആൻഡ് H2 ആർ ഈക്വൽ. അതേ രീതിയിൽ H3, H4 ഇതെല്ലാം കറസ്പോണ്ടിങ് ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് പൊസിഷനിലാണ് നിൽക്കുന്നത്. സിൻസ് ദ ട്രയാങ്കിൾസ് ആർ ഈക്വൽ, ദീസ് ഹൈറ്റ്സ് ആർ ഈക്വൽ. ആ ഒരു രീതിയിൽ നമുക്ക് സൊല്യൂഷൻ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ്സ് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് ഈ രീതി ഇങ്ങനെയാണ്. നമ്മൾ നോക്കാം. ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ്, ഫസ്റ്റ് ഓഫ് ഓൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണ് നമുക്ക് ഫോം ചെയ്തിരുന്നത്. are all right angled triangles are all equal. The right angled triangles are all equal triangles. That is H1 equal to H2 equal to H3 equal to H4 etc. The heights are equal എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. So all these heights they are equal to a common letter H എന്ന് നമുക്കറിയാം. So let height equal to H equal to H. അപ്പോൾ ഈ ഹൈറ്റ് H1, H2, H3, H4 എല്ലാം H ആണ്. ഇനി നമുക്ക് ഈ ഹൈറ്റിന് നെയിം കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹൈറ്റ്സ് എന്ന് പറയുന്നത് AB, ഫസ്റ്റ് ഹൈറ്റ് AB, സെക്കൻഡ് ഹൈറ്റ് CD, ദെൻ EF, GH, IJ ഈ രീതിയിൽ നമ്മൾ ഹൈറ്റിന് നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഇവയുടെ സീക്വൻസ് ആണ് AB, CD, EF, GH. അപ്പോൾ ഇങ്ങനെ ഒരു സീക്വൻസാണ് നമുക്ക് ആവശ്യം. അപ്പോൾ AB നമ്മൾ ഫസ്റ്റ് ഹൈറ്റ് ആണ്, അങ്ങനെ തന്നെ നിൽക്കുക. ഇനി CD എന്ന് പറഞ്ഞാൽ CD എന്ന് പറയുന്ന ഹൈറ്റ് നമുക്ക് ആക്ച്വലി നമുക്കറിയാം CD എന്ന് പറഞ്ഞാൽ 2 സെക്ഷൻ ചേരുന്നതാണ്. അപ്പോൾ CD എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഹൈറ്റ്, ഈ ഹൈറ്റിൻ്റെ കൂടെ നമ്മൾ H1 ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ നമുക്കിപ്പോൾ മാർക്ക് ചെയ്ത ഈ ഗ്രീൻ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ABക്ക് ഇക്വലൻ്റ് ആണ്. അങ്ങനെ വന്നാൽ CD എന്ന് പറയുന്ന ഹൈറ്റിനെ നമുക്ക് AB പ്ലസ് H1 എന്ന രീതിയിൽ മാറ്റി എഴുതാം. സോ CD ഈക്വൽ ടു AB പ്ലസ് H1. അപ്പോൾ നമ്മുടെ ഹൈറ്റ്സ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് കിട്ടിയ ഫസ്റ്റ് ഹൈറ്റ് AB എന്ന് പറഞ്ഞാൽ അത് AB തന്നെയാണ്. ഇനി CD എന്ന് പറയുന്ന നമ്മുടെ സെക്കൻഡ് ഹൈറ്റ് നമുക്കിപ്പോൾ കിട്ടി AB പ്ലസ് H1 ആണ്. H1 ഈക്വൽ ടു H എന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് കൊണ്ട് ഇതിനെ നമുക്ക് AB പ്ലസ് H എന്ന് എഴുതാം. ഇനി അടുത്ത ഹൈറ്റ് നമുക്ക് വേണ്ടത് EF എന്ന ഹൈറ്റാണ്. നമ്മൾ ഫിഗറിൽ നോക്കിയാൽ EF എന്ന ഹൈറ്റ്, EF ഹൈറ്റ് അതിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. EF ഈസ് സെയിം ആസ് H2 എന്ന ഹൈറ്റ് നമുക്കുണ്ട്. അതിന് താഴോട്ടുള്ള സെക്കൻഡ് പോർഷൻ ഈ ഒരു ഹൈറ്റ്, ഈ ഹൈറ്റ് നമ്മുടെ ഹൈറ്റ് CD എന്ന് പറയുന്ന ഹൈറ്റിന് ഇക്വലൻ്റ് ആണ്. സോ ദീസ് ടു ആർ ഈക്വൽ. സോ EF ഈസ് ഈക്വൽ ടു CD പ്ലസ് H2 എന്ന രീതിയിൽ നമുക്ക് മാറ്റി എഴുതാം. EF ഈക്വൽ ടു CD പ്ലസ് H2. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ മാറ്റി എഴുതുകയാണ്. EF ഈക്വൽ ടു CD പ്ലസ് H2. ദാറ്റ് ഈസ് ഇതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. H2 മീൻസ് H ഇറ്റ് സെൽഫ്. നെക്സ്റ്റ് ഹൈറ്റ് നമുക്ക് ആവശ്യമുള്ളത് GHനെയും നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. GHൽ H3 ഉണ്ട്. റിമൈനിങ് പോർഷൻ നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു ഹൈറ്റ് നമ്മുടെ EFനോട് ഈക്വലാണ്. അപ്പോൾ EF ഫുള്ളായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഫുൾ ഹൈറ്റാണത്. അപ്പോൾ GH ഈക്വൽ ടു EF പ്ലസ് H3 എന്ന് എഴുതി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.
സോ നമുക്ക് ഇനി വേണ്ട ഡിസ്റ്റൻസ് ജി എച്ച് ഈക്വൽ ടു നമുക്ക് കിട്ടി, ദാറ്റ് ഈസ് ഇ എഫ് പ്ലസ് എച്ച് 3 ആണ്. സോ ദിസ് ഈസ് ഇ എഫ് പ്ലസ് എച്ച്. സോ അവർ സീക്വൻസ്, നമുക്കിതിൻ്റെ സീക്വൻസ് എഴുതാം. സീക്വൻസ് ഓഫ് ഹൈറ്റ്സ്, sequence of heights is actually it is AB, CD, EF, GH etc. ഈ ഒരു രീതിയിലാണ്. അപ്പോൾ നമ്മളിതിനെ റീപ്ലേസ് ചെയ്യുകയാണ്, ഇതിൻ്റെ വാല്യൂസ് കൊടുക്കുകയാണ്. ഫസ്റ്റ് എ ബി ഈസ് എ ബി ഇറ്റ് സെൽഫ്, ദെൻ സി ഡി ഈസ് എ ബി പ്ലസ് എച്ച്, ഇ എഫ് ഈസ് സി ഡി പ്ലസ് എച്ച്, ജി എച്ച് ഈസ് ഇ എഫ് പ്ലസ് എച്ച്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ സീക്വൻസ് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് സീക്വൻസ് ആണോ, ഇതൊരു സീക്വൻസ് ആണ്, ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ, ഈ ഹൈറ്റ്സ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. സോ സെക്കൻഡ് ടേം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് ടേമിനോട് കൂടി എച്ച് ആഡ് ചെയ്തു. തേർഡ് ടേം നമുക്ക് കിട്ടിയിരിക്കുന്നത് സെക്കൻഡ് ടേം നമുക്ക് സി ഡി, ഇതാണ് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം. അപ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് എച്ച് ആണ് സെക്കൻഡ് ടേം പ്ലസ് എച്ച് ആണ് തേർഡ് ടേം പ്ലസ് എച്ച് ആണ് ഫോർത്ത് ടേം. ദാറ്റ് മീൻസ് ദ ഫിക്സഡ് നമ്പർ, ഓക്കെ, ഓർ ദ ഫിക്സഡ് ഡിസ്റ്റൻസ് എന്ന് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഫിക്സഡ് നമ്പർ ഡിസ്റ്റൻസ് എച്ച് ഈസ് ആഡഡ് repeatedly. So a number is added repeatedly means the sequence is an arithmetic sequence. Sequence is an arithmetic sequence എന്ന രീതിയിൽ നമുക്ക് ആൻസറിൽ എത്തിച്ചേർക്കാം. അപ്പോൾ നമ്മുടെ ഹൈറ്റ്, നമ്മുടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഹൈറ്റ് ഈ ഒരു രീതിയിലായിരുന്നു നമ്മുടെ എ ബി സി ഡി ഈ ഹൈറ്റ്സ്. അപ്പം പെർപെൻഡിക്കുലർ ഹൈറ്റ്സ് എല്ലാം ഫോംസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ആൻസറിൽ നമ്മൾ എത്തിച്ചേർന്നു. Our next question. The algebraic expression of a sequence is xn equal to n cube minus 6n square plus 13n minus 7. Is it an arithmetic sequence? അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇത് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് എ സീക്വൻസ് നമ്മൾ പഠിച്ചതാണ്, സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ലെറ്റർ എൻ ആണ്. എൻ മീൻസ് nth ടേം. ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ nth ടേം ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ xn എന്ന് പറഞ്ഞാൽ nth ടേമിൻ്റെ നൊട്ടേഷനാണ്. അതിനാണ് നമ്മൾ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ xn നമുക്ക് തന്നിരിക്കുന്നത്, that means nth term is algebraic ഫോമിലാണ് n cube minus 6n square plus 13n minus 7 എന്ന രീതിയിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈസ് ഇറ്റ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്? നമുക്കത് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ സീക്വൻസ് ഫോം ചെയ്യണം. അപ്പോൾ സീക്വൻസ് ഫോം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സീക്വൻസ് വാല്യൂസ് നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഇവിടെ ലെറ്റർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വേരിയബിൾ n ആണ്. n-ന് വാല്യൂസ് കൊടുക്കുക. എന്നിൻ്റെ വാല്യൂസ് അനുസരിച്ച് പോളിനോമിയലിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതൊരു പോളിനോമിയൽ ഇക്വേഷനാണ്. അപ്പോൾ പോളിനോമിയലിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത് പോലെ n ഈക്വൽ ടു 1. ഇഫ് n ഈക്വൽ ടു 1 ദെൻ xn ബിക്കംസ് x1. നമ്മൾ വാല്യൂസ് കൊടുക്കുക. 1 ക്യൂബ് മൈനസ് 6 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 13 ഇൻറ്റു 1 മൈനസ് 7. 1 എന്ന വാല്യൂ കൊടുത്തു. ദാറ്റ് മീൻസ് 1 മൈനസ് 6 പ്ലസ് 13 മൈനസ് 7. അപ്പോൾ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. 1 മൈനസ് 6 ആ ഒരു ഓർഡറിൽ തന്നെ നമുക്ക് ചെയ്യാം. 1 മൈനസ് 6 ഈസ് മൈനസ് 5. ദെൻ റിമൈനിങ് പോർഷൻ നമ്മൾ അതുപോലെ തന്നെ എഴുതി. അടുത്തത് വീണ്ടും നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്യാം, നമുക്ക് തെറ്റ് പറ്റാതിരിക്കാം. സോ 8 മൈനസ് 7 ഈക്വൽ ടു 1. സോ ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ് ഈസ് 1. ദെൻ നെക്സ്റ്റ് വാല്യൂ n is equal to 2. അപ്പോൾ സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്കതിൻ്റെ നമ്പേഴ്സ് വേണം. ഒരു 3 or 4 ടേംസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ x2 ആകുമ്പോൾ നമ്മുടെ വാല്യൂ x2 ആയി. ഇനി എന്നിൻ്റെ പ്ലേസിലെല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ്. ദറ്റ് ഈസ് 2 ക്യൂബ് മൈനസ് 6 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 13 ഇൻറ്റു 2 മൈനസ് 7.
So that is next 2 cube. 2 cube means 2 cube means 2 into 2 into 2. 3 times. That means 8. അപ്പോൾ നമുക്ക് കിട്ടി 8 minus 6 into 2 square is 4 minus 26. No, sorry. Plus 26 minus 7. So this is equal to 8 minus 24 plus 26 minus 7. So this is minus 16 plus 26 plus 7. So the answer becomes minus 16 plus 26. 10 കിട്ടി. നമുക്ക് large number. One is positive and the other is negative. So find the difference between the numbers and give sign of large number. അപ്പോൾ അത് പോസിറ്റീവ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് കൊടുക്കണ്ട. 10 സോറി ഇവിടെ നമുക്ക് മൈനസ് ആണ്. Actually it is minus. So this is 10 minus 7. 10 minus 7 is equal to 3. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 3. ഇനി നമുക്ക് n equal to 3. n equal to 3 ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ x3 ആണ്. അപ്പോൾ x3യുടെ വാല്യൂസ് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ 2 കൊടുത്ത പ്ലേസിലെല്ലാം 3 കൊടുക്കുക. ദാറ്റ് മീൻസ് 3 ക്യൂബ് മൈനസ് 6 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 13 ഇൻറ്റു 2 13 ഇൻറ്റു 3 13 into 3 minus 7. So that is 3 cube. 3 cube means 3 into 3 into 3. 3 into 3 9. 9 into 3 27. അപ്പോൾ അത് ഓർത്തിരിക്കുക. 27 minus 3 into 3 9. 9 6 are 54 plus 39 minus 7. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് കിട്ടും minus 27 plus 39 minus 5. Sorry, minus 7 equal to, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 12 minus 7 equals 5 എന്ന് കിട്ടി. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് അടുത്തതുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. Four cube is 64 minus 4 into 4 16, 16 into 6 96 minus 52 minus 7. So നമുക്ക് കിട്ടുന്ന ആൻസർ that is 32 minus 52 minus 7. Okay, 32 plus minus 32 plus 52 minus 7. That means 20 minus 7 equal to 13. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡിഫറൻസ് വന്നു. ഫസ്റ്റ് ടേം 1 ആയിരുന്നു. നമ്മുടെ x1 is 1, x2 is 3, x3 5, x4 is equal to 13. അപ്പോൾ നമുക്ക് ആദ്യമേ കണ്ടുപിടിച്ചിരുന്ന ഒരു ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ സീക്വൻസ് നമുക്ക് എഴുതി നോക്കാം. സോ ദ സീക്വൻസ് ഈസ് 1 3 5 then 13 then etc. അപ്പോൾ 1 3 5 എന്ന രീതി നമ്മൾ കണ്ടപ്പോൾ നമുക്ക് ഓക്കെ അതൊരു കണ്ടിന്യൂസ് രീതിയിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ നെക്സ്റ്റ് ടേം ഫോർത്ത് ടേം 13 എന്നാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഡിഫറൻസ് ഒരു ഫിക്സഡ് നമ്പർ അല്ല. ഇറ്റ് ഈസ് നോട്ട് സോ ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. So write the conclusion. Since difference is not fixed number. Since difference of terms is not a fixed number or not same എഴുതിയാലും മതി, not a fixed number. അപ്പോൾ നമുക്ക് നമ്മുടെ കൺക്ലൂഷനായി നമുക്ക് പറഞ്ഞിരുന്ന സീക്വൻസ് എക്സൻ ഈസ് ഇറ്റ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ നമ്മൾ ടേംസ് കണ്ടുപിടിച്ചു. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അപ്പോൾ നമുക്കൊരു 4 or 5 ടേംസ് കണ്ടുപിടിക്കാം. നമുക്ക് ഫോർത്ത് ടേം കണ്ടപ്പോൾ തന്നെ ഒരു ഡിഫറൻസ് വന്നതുകൊണ്ട് നമ്മളവിടെ നിർത്തി. അപ്പോൾ നമുക്ക് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല എന്ന രീതിയിൽ കൺക്ലൂഷനിലെത്താം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു.